ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രൈസി സ്റ്റിച്ചിങ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് 8ാമത്തെ ക്ലാസ്സാണ് കാണാൻ പോകുന്നത്. ഇതുവരെ 7 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 8ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇത് നമ്മൾ 2 ഭാഗം ഫ്രണ്ടിലേക്കുള്ള ഈ 2 ഭാഗവും തയ്ച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നവർ പിന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പം ഈ 2 പീസും എടുത്തിട്ട് ഇത് ഉള്ളിലേക്കുള്ള ഭാഗം, ഇത് നല്ല വശമാണ്, ഇത് ഉള്ളിലേക്കുള്ള ചീത്ത വശമാണ്. ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇവിടെ ഈ ഭാഗം, ഇത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെച്ച് പിടിപ്പിച്ച ക്ലാത്താണ് ഇത്. നമുക്ക് അളവ് ഇവിടം വരെയേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇവിടം വരെയേ ഉള്ളൂ. ശ്രദ്ധിച്ച് കാണുവാണെങ്കിൽ എന്നാലേ മനസ്സിലാവുള്ളൂ. മനസ്സിലാകാത്തവർ 1-2 പ്രാവശ്യം കണ്ടു നോക്കുക. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരുപോലെ ഈ കൂടുതലായിട്ട് വെച്ചിരിക്കുന്ന ക്ലോത്ത് കൂട്ടണ്ട. നമ്മളിവിടെ കൊളുത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കൂടുതലായിട്ട് വെച്ചെന്നേ ഉള്ളൂ. ഇവിടെ ബാക്കി എല്ലാ ഭാഗത്തിലെയും ഇങ്ങനെ ഒരുപോലെ വെച്ചിട്ട് ഒന്നുകൂടെ മെഷർ ചെയ്ത് നോക്കാം. കറക്റ്റായ അളവിന് ഉണ്ടോ എന്നൊന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഷോൾഡർ പിടിപ്പിക്കേണ്ടത്. അപ്പം ഇവിടം വരെ 6 ഇഞ്ച് ഉണ്ട് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള കഴുത്ത്. 6 ഇഞ്ച് മതി. ആം ഹോളിൻ്റെ അളവ് 6 ഇഞ്ച് ഉണ്ട്. അപ്പം ഇത് സകലം കൂടെ ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ ചെറുതായിട്ട് സകലം ഒന്ന് അല്പം ഒന്ന് അങ്ങനെ ചരിച്ച് ഇങ്ങനെ മുറിച്ചെടുത്ത് മാറ്റാം. അപ്പം ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യണ്ട. പിന്നെ നമുക്ക് ഇത് 38, 40, 42 അളവിനുള്ള ബ്ലൗസാണ്, വീഡിയോയാണ് നമ്മളിപ്പം കാണുന്നത്. ഈ ബ്ലൗസ് 38 ഇഞ്ച് അളവുള്ളതാണ്. അപ്പം നമുക്ക് ആം ഹോളിൻ്റെ അളവ് ഈ അളവ് 38 ഇഞ്ച് ഉണ്ടെങ്കിൽ മൊത്തം അളവ് നമുക്ക് ഈ ഹിപ്പിൻ്റെ ഈ വേസ്റ്റിൻ്റെ അളവ് നമുക്ക് 35 ഇഞ്ച് ഉണ്ടെങ്കിൽ മതി. നമുക്ക് ഇവിടെ 38ഉം ഇവിടെ 35ഉം അങ്ങനെ വരുവുള്ളൂ. 35 ഇപ്പോൾ നമ്മൾ മൊത്തത്തിലേക്ക് 35 ഇഞ്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് ഇത് മടക്കുമ്പം 17.5 വരുന്നുണ്ട്. അതിങ്ങനെ നമ്മൾ പെട്ടെന്ന് കണക്ക് കൂട്ടാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. 9 ഇഞ്ച് ഉണ്ട്, കണ്ടില്ലേ, 9 ഇഞ്ച്. ഈ 9 ഇഞ്ച് നമ്മൾ ഇവിടെ വെച്ച് ഒന്ന് മെഷർ ചെയ്യാം. ഇവിടെ വരെ നമുക്ക് വരികയില്ല. 8 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മെഷർ ചെയ്യുക. ഇവിടെ അടയാളപ്പെടുത്തി ഇവിടെ തയ്യൽ വരുന്ന ഭാഗമാണ് 8 ഇഞ്ച്. ഇവിടെ 8 ഇഞ്ച് വെച്ചൊന്ന് മെഷർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് ബാക്കിലുള്ള പീസാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള എല്ലാ പണിയും തീർത്ത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഒരു പീസ് ഏതെങ്കിലും ഈ 2 ഏതെങ്കിലും ഒരു പീസ് എടുത്ത് ഈ ഷോൾഡർ ഭാഗം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ കഴുത്ത് ഭാഗം, ഷോൾഡർ ഭാഗം, ആം ഹോളും എല്ലാം ഒരുപോലെ തന്നെ ഒരു അളവിനെ തന്നെയുണ്ട്. ഇറക്കം മാത്രം നമ്മൾ ഇപ്പോൾ മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. പിന്നെ തയ്ച്ചു കൊടുക്കുന്ന ഇഷ്ടപ്പെടാത്തവർ ഇത് മടക്കിയിട്ട് തുന്നി കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇത് എഴുത്തുള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് വരേണ്ട ഭാഗമാണ്. നമ്മൾ ഈ ക്ലോത്ത് ഇങ്ങനെ മറിച്ചിട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, എന്നാലേ നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോവുള്ളൂ. അപ്പം ഇവിടെ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇവിടെ ഒന്ന് ചോക്ക് കൊണ്ട് വരച്ചിരിക്കുന്ന അവിടെ ഇതൊന്ന് മുറിച്ച് അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതിങ്ങോട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച്, എന്നെങ്കിലേ നമുക്ക് ഇത് ചീത്തവശമായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ ഈ എഴുത്തും പിന്നെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ചോക്കിൻ്റെ പാടും എല്ലാം പുറത്ത് കാണും. അത് അത്ര ഭംഗിയൊന്നുമില്ല. ഇത് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന അവിടെ വരെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം.
ഇത് ഒത്തിരി പേർക്ക് തുന്നിക്കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ മെഷീനിലേക്ക് തയ്ച്ച് പിടിപ്പിക്കുന്നതാണ് ഒത്തിരി പേർക്ക് ഇഷ്ടം. അപ്പോൾ ഇത് ഇങ്ങനെ തയ്ച്ചെടുത്തു. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒത്തിരി ഇങ്ങനെ ഗ്യാപ്പൊന്നുമില്ലാതെ അടുപ്പിച്ച് വരുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് തന്നെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി ഇപ്പം ഈ ഹിപ്പിൻ്റെ അളവൊന്ന് നമ്മൾ വെച്ച് നോക്കാം. നമുക്കിവിടെ ആവശ്യപ്പെടുന്നത് മൊത്തത്തിലേക്ക് നമുക്ക് 35 ഇഞ്ച് വരണം. അപ്പം നമ്മളിവിടെ 9 ഇഞ്ച് വെച്ച് മെഷർ ചെയ്ത് കൊടുക്കാം. 9, 10 ഇഞ്ച് വെച്ചിട്ട് വേണം മെഷർ ചെയ്യേണ്ടത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ ഈ 4 ക്ലോത്തിലും കൂട്ടി ഇത് കണ്ടില്ലേ, ഇവിടെ അടയാളപ്പെടുത്താം. ഈ 4 പീസിലേക്കും ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഈ 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ ഒരു ടാറ്റ് പിടിക്കാനുണ്ട് പുറവശത്തിൽ. അത് ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടല്ലോ അളവ്. ഇവിടെ ഇത് നമുക്ക് ഉള്ള അളവാണ്. ഇതാണ് നമ്മൾ ടാറ്റ് പിടിക്കേണ്ട അളവ്. അപ്പോൾ ഈ അളവിനെ കൂടെ ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നീളം 3.25 ഇഞ്ച് ഉണ്ടെങ്കിൽ മതി. 3.25 ഒത്തിരി കൂടിപ്പോയെങ്കിൽ ഒരു 4 ഇഞ്ച് മതി, അത്രയേ ഉള്ളൂ. അതിനെ മുകൾവശം കയറിപ്പോകരുത്, അതിനെക്കാട്ടിലും കൂടുതൽ വേണ്ട. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗം നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയില്ലേ, ഈ ഭാഗത്തിൽ തന്നെ ഈ ഭാഗം ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇതിൻ്റെ നേരെ ഈ വശം ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇപ്പം ഈ ടാറ്റ ഒന്ന് പിടിപ്പിക്കാൻ പോവുക. ഇങ്ങനെ ഇത് ഒത്തിരി പൊങ്ങി നിൽക്കരുത്, ഭംഗിയായിട്ടൊന്നും കാണത്തില്ല പുറവശമായതുകൊണ്ട്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കർവായിട്ട് ഇങ്ങനെ വരാൻ പാടുള്ളൂ. ഇത് കണ്ടില്ല ഇങ്ങനെ. അപ്പം നമ്മളിത് മൊത്തത്തിലേക്ക് 2 ഇഞ്ച് കൂട്ടിയിട്ടല്ലേ നമ്മൾ പിന്നെ അടയാളപ്പെടുത്തി കൊടുത്തത്. അത് നമ്മൾ ഇവിടെ ഈ ടാറ്റ് പിടിക്കുമ്പോൾ നമുക്കത് കുറയും. കണ്ടില്ല ഇങ്ങനെ. നമ്മൾ ഈ ടാറ്റ് പിടിച്ച് കഴിഞ്ഞിട്ട് നല്ല വശം നോർത്തൊന്ന് നോക്കുമ്പോൾ ഇത് പൊങ്ങി നിൽക്കരുത്, ചുളുക്കമൊന്നും കാണരുത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ വേണം നമുക്ക് നിൽക്കേണ്ടത്. അപ്പം നമ്മൾ ഇത് ഒത്തിരി ഈ വശത്തിലേക്ക് ഒത്തിരി പിടിച്ചു കൊടുക്കുവാണെങ്കിൽ, ടാറ്റ് പിടിക്കുവാണെങ്കിൽ ഇതേ ഇങ്ങനെ ഒന്ന് ചുളുങ്ങി ഇങ്ങനെ മടങ്ങി നിൽക്കും. ഇങ്ങനെയല്ല വരേണ്ടത്, ഇതുപോലെ സാധാരണ ഇങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ഇത് ഇടുമ്പോൾ നമുക്ക് പുറത്തൊന്നും ചീത്തയായിട്ട് കാണത്തില്ല. എന്നിട്ട് ഷോൾഡർ പിടിക്കാം 2 ഭാഗത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ കൊളുത്ത് പിടിപ്പിക്കുന്ന ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് ഇങ്ങനെ 2 ആം ഹോളും ഒരുപോലെ വെച്ച് ഷോൾഡർ ഒന്ന് തയ്ച്ച് കൊടുക്കാം. ഈ ബ്ലൗസ് മുഴുവനും തയ്ച്ച് കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുവന്ന് ഇടിയിച്ച് കാണിക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ഈ ഷോൾഡർ മാത്രം ഉണ്ടല്ലേ ഒരു കെട്ടിടുക. ഇവിടെ ഒന്ന് കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതി. എല്ലാവർക്കും മനസ്സിലാകുന്നെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാ കൂട്ടുകാരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഷോൾഡർ 2 ഭാഗത്തിൽ ഷോൾഡർ പിടിപ്പിച്ചു ഇങ്ങനെ. ഇനി ബാക്കി സ്ലീവിൻ്റെ ഭാഗവും കഴുത്തിൻ്റെ തുന്നിക്കൊടുക്കുന്ന ഭാഗം എല്ലാം നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ബൈ.